വൈദിക ശ്രേഷ്ഠരെ, കലാസ്നേഹികളെ, ഹ്യൂസ്റ്റൺ സെൻറ്റ് ജെയിംസ് ക്നാനായ ചർച്ചിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായിട്ട് ഒരു ഗാനം ആലപിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ വാനമ്പാടി മീര സക്രിയ കളരിക്കമുറിയിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ.
അടുത്തതായിട്ട് മറ്റൊരു ഗാനം ആലപിക്കുന്നതിനായിട്ട് മെറിൽ സക്കറിയ കളരിക്കമറിയലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുവ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുവ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ വിളകൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും വചനം മാത്രം.
വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. Thank you. സഹൃദരെ, വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പല തുടക്കങ്ങളുടെയും പുസ്തകമാണ്. പ്രത്യേകിച്ച് 3 വലിയ തുടക്കങ്ങൾ ഈ പുസ്തകത്തിൽ കാണാം. ഒന്ന്, ആദാമിൽ കൂടിയുള്ള മനുഷ്യൻ്റെ തുടക്കം. 2, ജലപ്രളയത്തിന് ശേഷം നോഹ അവൻ്റെ 3 മക്കളായ ശേം, ഹാം, യാഫേത്ത് എന്നിവരിൽ കൂടിയുള്ള തുടക്കം. 3, അബ്രഹാമിൽ കൂടെ ഒരു ജാതിയുടെ തുടക്കം. ഇതിൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം മുതൽ 25-ാം അധ്യായം വരെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും നാഴികക്കല്ലായ സംഭവമാണ് വാർദ്ധക്യത്തിൽ തനിക്ക് ജനിച്ചതായ തൻ്റെ ഏകപുത്രനെ ദൈവഹിതപ്രകാരം ബലി കഴിക്കുക എന്നുള്ളത്. ഈ സംഭവത്തിൻ്റെ ഒരു ചെറിയ ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ വന്നാൽ സദയം ക്ഷമിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ഹ്യൂസ്റ്റൺ സെന്റ് ജെയിംസ് കനാനായ ചർച്ച് അവതരിപ്പിക്കുന്നു അബ്രഹാമിൻ്റെ ബലി. അബ്രഹാമേ, അബ്രഹാമേ, അടിയനിതാ അവിടെ അരുൾ ചെയ്താൽ നിന്റെ മകനെ, നിന്റെ ഏകജാതനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് ആമോറയക്കാരുടെ ദേശത്തേക്ക് പോയി അവിടെ നിന്നോട് ഞാൻ പറയുന്ന കുന്നുകൾ ഒന്നിൽ വച്ച് അവനെ ഹോമയാഗമായി അർപ്പിക്കുക. പിതാവേ, അവിടുത്തെ ഇഷ്ടം പോലെ. സഹൃദരെ, ഇവിടെ പിതാവാം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അബ്രഹാമും ഇസഹാക്കും ഹോമയാഗത്തിനുള്ള വിറകുമെടുത്ത് 3 ദിവസത്തേക്കുള്ള ഒരു യാത്ര പുറപ്പെടുകയാണ്. അപ്പാ, എന്താ മകനെ? ഇതാ കത്തയും വിറകുമുണ്ട്. യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാപ്പാ? ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളും. മകനെ, ഹോമയാഗത്തിനുള്ള വസ്തു നീ തന്നെയാണ്. അവിടുത്തെ ഇഷ്ടം പോലെ അപ്പ. അബ്രഹാമേ, അബ്രഹാമേ, ഇതാ ബാലന്റെ മേൽ കൈവെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടി കാണിക്കാകയാൽ നീ
ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അബ്രഹാമേ, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ സത്യം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പിതാവാം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന ശ്രേഷ്ഠമായ സ്ഥാനം നേടിയെടുത്തു. അബ്രഹാം പിതാവിൻ്റെ ഈ വിശ്വാസം ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്കും ഒരു മാതൃകയാക്കാം. അതിലൂടെ ദൈവ അനുഗ്രഹത്തെ പ്രാപിച്ച് ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ സമൂഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു.